എൻ്റെ മോൾക്ക് ചെറിയ മീനുകൾ അത്ര ഇഷ്ടമല്ല. മുള്ളാന്നും പറഞ്ഞ് അവൾ കഴിക്കാറില്ല. മത്തി, അയല, കിളിമീൻ എന്നൊക്കെ കേട്ടാൽ തന്നെ പറയും അമ്മേ എനിക്ക് വേണ്ട എന്നാണ് മറുപടി. അവൾക്കിഷ്ടം ട്യൂണ പോലുള്ള വലിയ മീനുകളാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ചെറുമീനുകൾക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. മത്തി വറക്കുക, മത്തിക്കറി എന്നൊക്കെ പറയുമ്പം എല്ലാവർക്കും ഒരു നൊസ്റ്റാ പോലല്ലേ. പണ്ടൊക്കെ എപ്പോഴും വീടുകളിലുള്ളതാണല്ലോ. നമുക്കിവിടെ നിന്ന് മത്തി പീര ഉണ്ടാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം, പക്ഷെ എൻ്റെ ഒരു വേർഷൻ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനായിട്ട് ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇഞ്ചി റഫായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു 2-3 വെളുത്തുള്ളി, ഒരു 10-12 ചുവന്നുള്ളിയൂടെ ഇടാം. ആ കൂടെ തന്നെ ഒരല്പം ജീരകം ഇടാം. മീനിന് ആവശ്യമായ തേങ്ങയോടെ ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി. ഈ അരയ്ക്കുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇടാം, പക്ഷെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത്. അടുത്തായിട്ട് മൺചട്ടിയിലോട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 1/2 സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. റെഡിയാക്കി മാറ്റി വെച്ച അരപ്പൂട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയ മത്തിയൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീനിന് ആവശ്യമായ പുളിയും വെള്ളവും നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂട് ചോറുണ്ടെങ്കിൽ ഈ മത്തിപ്പീര മാത്രം മതി. കറിവേപ്പിലയുടെയും ആ തേങ്ങ അരപ്പിൻ്റെയൊക്കെ നല്ലൊരു മണം ഇപ്പം തന്നെ വരുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 പച്ചമുളക് കട്ട് ചെയ്തോടെ ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ ഇടാം, എരിവ് വേണമെങ്കിൽ അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം കായപ്പൊടിയൂടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ആരെങ്കിലും മീൻ പീരയിൽ ഇട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടെ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, മീനൊന്നും പൊടിഞ്ഞു പോകാതെ. ചില സമയത്ത് ചില ഫുഡിനോട് നമുക്ക് പെട്ടെന്നൊരു ക്രേവിങ്സ് തോന്നത്തില്ലേ? അങ്ങനെ തോന്നിയ ഒരു ഐറ്റമായിരുന്നു ഇത്. പണ്ടൊക്കെ എപ്പോഴും ഇത് മാത്രമായിരുന്നു, മത്തിപ്പീര, മത്തി വറുത്തത്, അങ്ങനെ ചെറിയ മീനുകളായിരുന്നു നമ്മുടെ വീടുകളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അന്ന് മടുപ്പായിരുന്നു, എപ്പോഴും ഇതേ ഉള്ളൂ എന്ന് ചോദിക്കുമായിരുന്നു. മീൻ വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ലിഡൊന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം മീനൊക്കെ കുക്കായിട്ടുണ്ട്. വെള്ളം കൂടെ പറ്റിയാൽ മതി. സ്പൂൺ ഇട്ട് ഇളക്കല്ല്, ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ മീനൊക്കെ പൊടിയും. ചില ഭക്ഷണങ്ങൾ വെറും വിഭവങ്ങൾ മാത്രമല്ല, അതൊരു ഓർമ്മ, ഒരു ചെറിയ സന്തോഷം, അതൊക്കെയാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യാം.